മൂന്നാറിൽ വീണ്ടും റോഡിലിറങ്ങി പടയപ്പ എന്നുള്ളതാണ്. ജോസിൽ അവിടെ എത്തിയിട്ടുണ്ട്. ജോസിൽ, പടയപ്പ എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒരു സ്ഥിതി? ബസ് തടഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ ശരത്, മൂന്നാറിൽ നിന്ന് പളനിക്ക് പോവുകയായിരുന്ന തമിഴ്നാട് KSRTC ബസ്സാണ് പടയപ്പ ഇന്ന് തടഞ്ഞിരിക്കുന്നത്. ബസിന്റെ ചില്ല് തകർത്തിട്ടുണ്ട്. ഈ ഒരാഴ്ചക്കിടയിൽ ഇത് മൂന്നാം തവണയാണ് വാഹനങ്ങൾക്ക് നേരെ പടയപ്പ ആക്രമണം നടത്തുന്നത്. ഈ പടയപ്പ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ആക്രമണകാരിയായിരുന്ന ഒരു ആനയായിരുന്നില്ല. എന്നാൽ ഈ അടുത്ത കാലത്താണ് അത് അക്രമ സ്വഭാവം കാണിച്ചു തുടങ്ങുന്നത്. മദപ്പാടിലാണ് പടയപ്പ എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മുറിവാലൻ അടക്കമുള്ള ഒറ്റക്കൊമ്പൻ അടക്കമുള്ള ആനകൾ നമുക്കറിയാം വളരെ ജനങ്ങളെ കണ്ടാൽ തന്നെ അക്രമം നടത്തിക്കൊണ്ടിരുന്ന ആനയാണ്. എന്നാൽ 1990 മുതൽ ഇടുക്കി മൂന്നാറിൽ സ്ഥിരം സാന്നിധ്യമായിരുന്ന ജനങ്ങളുടെ പ്രിയങ്കരനായിരുന്ന ഒരു ആനയായിരുന്നു പടയപ്പ. വന്യമൃഗത്തിൻ്റെതായ ഭാവം അതും കാണിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ജനങ്ങൾക്ക് നേരെയും അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് നേരെയും ആക്രമണം അഴിച്ചുവിടുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അത് ജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിരവധി കാട്ടാനക്കൂട്ടം ഈ പ്രദേശത്ത് തമ്പടിച്ച് അക്രമം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. ശരത്, ഇതെപ്പോഴായിരുന്നു സംഭവം? ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ സമയത്തെ ഒരു അവസ്ഥ എന്താണ്, സാഹചര്യം എന്താണ്? ഇന്ന് പുലർച്ചെയുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ബസ്സിനോട് അടുത്ത് തന്നെ പടയപ്പ നിൽക്കുന്നുണ്ട്. ആ ബസ്സിൽ നിന്ന് ആളുകളെല്ലാം ആ സമയം കൊണ്ടൊക്കെ തന്നെ അതിനു മുമ്പ് തന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങി മാറി എന്നാണ് വിചാരിക്കേണ്ടത് അല്ലേ? ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ആന ചില്ല് തകർത്തെങ്കിലും ഈ വണ്ടി മുമ്പോട്ട് പോവുകയാണ് ചെയ്തത്. തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ്സാണ് ഈ രാജമല 8-ാം മൈലിൽ വെച്ച പടയപ്പ തടഞ്ഞ് അതിന്റെ ചില്ല് ഒന്ന് കുത്തി തകർത്തിട്ടുണ്ട്. ഇതാണ് നിലവിലത്തെ അവസ്ഥ. അതിനുശേഷം അത് തേയിലക്കാട്ടിലേക്ക് പടയപ്പ മാറി നിലയുറപ്പിച്ചിട്ടുണ്ട്. മറ്റേതെങ്കിലും തരത്തിലുള്ള ഇങ്ങനൊരു സാഹചര്യത്തിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ക്രമീകരണങ്ങൾ അവിടെ വരുത്തിയിട്ടുണ്ടോ? വനം വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് നാട്ടുകാരുടെ ആശങ്കയുടെ ഒരു പ്രശ്നമുണ്ട്. വീണ്ടും വേണമെങ്കിൽ ഈ റോഡിലേക്ക് വരാം. ഇത് രാജമല ഭാഗത്താണ് അല്ലേ? മൂന്നാർ രാജമല ആ റോഡിലാണ് അല്ലേ? മൂന്നാർ രാജമല അന്തർ സംസ്ഥാന പാതയിലാണ്, തമിഴ്നാട്ടിലേക്ക് പോകുന്ന പാതയിലാണ് ഈ ഇന്നലെ രാത്രി പടയപ്പ ഇറങ്ങി പ്രകോപനം സൃഷ്ടിച്ചത്. ഇപ്പോ നിലവിൽ അതിനെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എല്ലാം സ്ഥലത്തെത്തി ആനയെ അവിടുന്ന് മാറ്റുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ശരത്, ശരി, റൈറ്റ്. ജോസിലാണ് ഈ വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്. മൂന്നാർ രാജമല ഭാഗത്താണ് ഇപ്പോൾ പടയപ്പ ഈ വിധം തമിഴ്നാടിൻ്റെ ബസ് തടഞ്ഞത്. രാവിലെ ഇന്ന് പുലർച്ചെ ഉണ്ടായ ഒരു സംഭവമാണ്.